മനുഷ്യൻ ഒരു പുൽക്കൊടി പോലെ വിരിയുന്നു. നിമിഷനേരം കൊണ്ട് അത് വാടിക്കരിയുന്നു. അത് നിന്ന സ്ഥലം പോലും അതിനെ ഓർമ്മിക്കുന്നില്ല. കർത്താവേ, അവസാനമെന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. മരണം മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ പ്രകടമാക്കുന്ന സമയമാണ്. താൻ ഒന്നുമല്ല എന്ന ചിന്തയാൽ മഥിക്കുന്ന അവസരം. സ്ത്രീയിൽ നിന്ന് ജനിച്ചവർ എല്ലാവരും കടന്നു പോകേണ്ട വഴിയാണത്, നിത്യതയിലേക്കുള്ള കവാടം. രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. സഖിതാൻ തന്നെ സർവദായൻ സമീപേ തുണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം കാറ്റുക്രമടിക്കിലും ഇരുൾ കാനത്തിലും
സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ അല്പം അപ്പം വിശപ്പിന്നു സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പം അപ്പം വിശപ്പിന്നു സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സ്ഥലം മഹാവിശേഷം ഫലമെത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗ
വൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസയിൽ സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടും ഞാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പ്രിയരേ ഓർത്ത് കരയും നേരം മാനസമിരുളി താഴരുതേ. പ്രിയരേ ഓർത്ത് കരയും നേരം മാനസമിരുളി താഴരുതേ. കാൽവരി മേലെ സ്വയബലിയായോൻ നിറയും മിഴിനീർ നീക്കിയിടും. കാൽവരി മേലെ സ്വയബലിയായോൻ നിറയും മിഴിനീർ നീക്കിയിടും. എന്റെ മക്കളാണ് വേണ്ടി പ്രദേശപ്രയാണക്കൂടാതെ ഈ സായങ്കാല സമയം സ്വർഗത്തിലെ നല്ല അപ്പച്ചാൽ നിങ്ങൾ കൂടി വന്നിരിക്കുന്ന നിങ്ങളോട് മനസ്സിന് വേണ്ടി കൂട്ടി ഇണക്കി നോക്കെടുത്തത് കർത്താവ്
കഴിഞ്ഞുപോയതിന് ദീർഘവർഷമായി സ്വർഗത്തിലെ ദൈവമേ, അങ്ങേ സ്നേഹിപ്പാൻ, അങ്ങേ സേവിപ്പാൻ, ജനിച്ചവരുടെ കൽപ്പന അനുസരിക്കും നിങ്ങളുടെ ആത്മാവിനെ പ്രാപിച്ചു ആത്മാവിനും സത്യത്തിലും അങ്ങേ ആരാധിക്കേണ്ടത് അവിടുന്ന് വിളിച്ചു വേർതിരിച്ച ഞങ്ങളുടെ ദാസൻ, ദാസി, കുഞ്ഞുങ്ങൾ, കുഞ്ഞുമക്കൾ, സ്വർഗത്തിലെ ദൈവമേ, ഈ കുടുംബത്തെ നീ ഇത്രത്തോളം സ്നേഹിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങയുടെ ദിവ്യ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞു പോയ വർഷം അങ്ങയുടെ നാമമഹത്വത്തിനായി, വിശുദ്ധന്മാരുടെ ആശ്വാസത്തിനായി, ദൈവവേലയുടെ കെട്ടുപണിക്കായി, ദൈവനാമമഹത്വത്തിനായി എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നുള്ള വചനപ്രകാരം അങ്ങേ സ്നേഹിപ്പാനും മാനിപ്പാനുമായി വിളിച്ചു വേർതിരിക്കപ്പെട്ടു അവിടുന്ന് നൽകിയ നല്ല സാക്ഷ്യവും നല്ല ശുശ്രൂഷയും നിന്റെ കൃപയാ തികയ്ക്കപ്പെട്ടു. നിന്റെ ദാസി ദീർഘവർഷങ്ങളായി പ്രിയം വെച്ച അങ്ങയുടെ സന്നിധി, വേദനയില്ലാത്ത നാളിൽ, ലോകവും ദുഃഖവും കഷ്ടവും മരണമില്ലാത്ത നാട്ടിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്ന അത്യുത്തമമായി കാക്ഷിക്കുന്ന പൗലോസ് പറഞ്ഞ പോലെ വിട്ടുപിരിഞ്ഞ് അങ്ങയുടെ അടുക്കൽ വിശ്രമത്തിനായി നിലകൊള്ളേണ്ടതിന് ഞങ്ങളുടെ ദാസിയെ കഴിഞ്ഞു പോയ ദിവസം തന്റെ ആത്മാവിനെ ഞങ്ങളുടെ സന്നിധി വിളിച്ച് ആക്കി വെച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. അത് ഞങ്ങൾക്ക് അങ്ങേയറ്റം വേദന, ഞങ്ങളുടെ ഹൃദയത്തിനാഴമായ മുറിവുളവാക്കുക. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് തിരുവെഴുത്തിൽ ഞങ്ങൾ വായിക്കുന്ന കർത്താവ് നീ ചെയ്യിച്ചു. തന്റെ പ്രിയപ്പെട്ടവനോട്, തന്റെ തലമുറകളോട്, അടുത്തും അകലത്തും സ്വദേശത്തും ദേശത്തും നിന്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ അങ്ങനെ ദാസിക്ക് നീ ഭാഗ്യം നൽകി. നിങ്ങൾ പലരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നല്ല വയലിൽ അധ്വാനിച്ച് ആത്മാക്കളെ നേടുന്ന നല്ല യോദ്ധാക്കളാക്കി തീർക്കുവാനോടത്തെ ദാസിക്ക് നീ ദാസനും ഭാഗ്യം നൽകി. ശേഷമുള്ള കുഞ്ഞുങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ നാമമഹത്വത്തിനായി അടുത്തും അകലത്തും നീ നൽകിയ ഭൗതിക നന്മയോടുകൂടെ എന്റെ ദൈവമേ, അങ്ങയെയും അങ്ങയുടെ വിശുദ്ധന്മാരെയും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന തലമുറകളെ എല്ലാം ഓർത്ത് പ്രഗ്രഹത്തിന്റെ ദാസന്റെ മേൽ ചൊരിയണം. തന്റെ ശരീരത്തിന്റെ എല്ലാ ബലഹീന അവസ്ഥകളും ശരീരാരോഗ്യം, ബലവും സൗഖ്യവും നൽകി കൊടുക്കണം. ദൈവിക പ്രത്യാശയാണ്. മരണത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും തീരാ ദുഃഖമില്ല. ഞങ്ങൾക്ക് അതേ നിന്റെ ദാസി നഷ്ടമായിരിക്കുകയല്ല, ഇക്കരെ നിന്ന് അക്കരയിലേക്ക് മാറ്റപ്പെട്ടു എന്നേ ഉള്ളൂ. മരണത്താൽ ഒരു പ്രമോഷൻ നിന്റെ ദാസിക്ക് നീ നൽകി കൊടുത്തു. ഞങ്ങൾ താമസം വിന ഒന്നുകിൽ അവിടുത്തെ വിളി കേട്ട്, അതല്ലെങ്കിൽ കാഹളനാദം കേട്ട് ഇവിടെ നിന്ന് നിന്റെ അടുക്കൽ ഞങ്ങൾ വന്നേ മതിയാകും. ആകയാൽ കർത്താവേ, ഞങ്ങളുടെ സമയം എപ്പോൾ നിങ്ങൾ അറിയായിക കൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പാൻ, ദൈവിക കൃപയിലും പ്രത്യാശയിലും വർദ്ധിച്ചു വരുവാൻ അവിടുന്ന് ഞങ്ങൾക്കെല്ലാം കൃപ നൽകണമേ. കുടുംബത്തിൽ പിന്നെ മോനെയും മകളെയും കുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നാണിയേറ്റക്കാരും സഹോദരങ്ങളെ അനുഗ്രഹിച്ച് സ്വന്തം കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ കുടുംബമായി ആശ്വദിച്ച് അനുഗ്രഹിക്കണം. അവളെയും തകച്ചിലെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നവരെ കുടുംബമായി ആശ്വദിച്ച് അനുഗ്രഹിക്കണം. ജോഡിയെ കുടുംബത്തെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം. ജോസിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാ നിന്റെ മകനെ കുടുംബമായി ആശ്വദിക്കണം. ശുശ്രൂഷയിലായിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും ആശ്വദിക്കണം. എല്ലാവരുടെയും ഹൃദയം അതാ നീ അവിടുന്ന് മുറിവ് കെട്ടി ആശ്വസിപ്പിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന കൽപ്പിച്ചവനെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയ ശേഷം വേഗം വന്ന് വീണ്ടും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുള്ളത് കൽപ്പിച്ചവനെ. ആ നല്ല വാഗ്ദത്തം ഈ നാളുകൾ ഒന്നിൽ നിവർത്തിക്കപ്പെടും. കർത്താവേ, അങ്ങയുടെ ഒരു താമസം അടുത്ത പ്രഭാതത്തിൽ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി നടക്കും. സ്വർഗത്തിൽ അനുകൂലമാക്കണമേ. എല്ലാ അനുകൂലങ്ങളും നൽകണമേ.
വന്നുചേരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരും വന്നുചേർന്ന് എല്ലാം അനുഗ്രഹമായി പ്രത്യാശയോടെ നിവർത്തിപ്പനിടയാക്കണമേ. നാഥ, നിന്റെ ദാസിലൂടെ ലഭിച്ചിട്ടുള്ള ഈ കുടുംബത്തിലൂടെ തലമുറകളോട് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല ദാനങ്ങളും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അന്യോന്യം ഹല്ലേലൂയ, മരണത്താൽ മാറിപ്പോകാത്തൊരു വലിയ ബന്ധം, ആത്മീക ബന്ധം നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. നാഥ, മരണത്താൽ മാറിപ്പോകാത്ത അതെ നിറച്ച് ദൈവിക സമാധാനം കൊണ്ട് നിറഞ്ഞ് കവിയുമാറാക്കണമേ. വലിയൊരു പ്രത്യാശയുടെ അന്തരീക്ഷത്തിൽ എന്റെ ദാസയുടെ എല്ലാ സൂക്ഷികൾ നിവർത്തിപ്പാൻ എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. തലമണക്കി നിൽക്കുന്ന പേർപേട്ടവരെ നീ ആശീർവദിക്കണമേ. നിന്റെ ദാസിക്ക് നീ നിയമിച്ച സമയത്ത് മകളെ വന്ന് എന്റെ അടുക്കൽ വിശ്രമിച്ചോളുക ആരും അവിടുന്ന് കൽപ്പിച്ചതുകൊണ്ട് നിന്റെ ദാസി അങ്ങയുടെ അടുക്കലായിരിക്കണം. തന്റെ മൃതശരീരം മാത്രം ഞങ്ങളുടെ മുൻപിലുണ്ട്. അത് ഏറ്റവും മാന്യമായി അത് ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കം ചെയ്യുന്ന വചനപ്രകാരം ദാസികൾ സൂക്ഷികൾ ചെയ്യാനിടയാക്കണമേ. എല്ലാറ്റിലുപരി അങ്ങയുടെ മേഘത്തിലെ വരവാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണം, അവകാശികളാകുവാൻ ഇടയാക്കണമേ. മഹത്വവും മാനമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. മുറിവേറ്റ ഹൃദയങ്ങളെ മുറുകെട്ടി ആശ്വസിപ്പിച്ച് ധൈര്യം പകർന്ന് പ്രത്യാശ വർദ്ധിപ്പിക്കണം. മാനവും മഹത്വം അങ്ങേക്ക് യേശുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമേനിക്കില്ലെന്നോ ഞാനേകനായി തീർന്നുവെന്നു മാനസത്തിൽ ആകി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെയോർത്തു ദൈവം
ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹചൂടോ അപ്പവുമായി വന്നിടും. ഏറ്റം സ്നേഹചൂടോ അപ്പവുമായി വന്നിടും. കാക്കകളെ വിചാരിപ്പിൻ, വിതയില്ല കൊയ്ത്തുമില്ല, ദൈവമവയ്ക്കായി വേണ്ടതേകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. മഹേശ കരുണേശ പൊന്നു താതാ, നീനിക്കായി വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എൻ്റെ ദേഹി വൃഥാ കലങ്ങുന്നതെന്തിനായി? എൻ്റെ ദേഹി വൃഥാ കലങ്ങുന്നതെന്തിനായി? എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു.
അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശിനെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കും. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവരുടക്കം പോലെ അത്രേ. രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകും. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞു പോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുർക്ക് പോലെ കഴിക്കും. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. എന്റെ കോപത്തിന്റെ ശക്തിയെയും എന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം എന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണം. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണം. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തി, അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. ഭൂമിയും ഭൂമണ്ഡലവും നിർമ്മിച്ചതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണ്. പ്രിയ മാതാവ് ദീർഘവർഷങ്ങൾ ഭൂമിയിൽ അനുഗ്രഹമായ കുടുംബജീവിതം നയിച്ചു. ദൈവം നൽകിയ മക്കളെയും അവരുടെ തലമുറയുമൊക്കെ വളർത്തി അവരുടേതാകുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ കണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവർക്കുള്ളിലാകുന്ന നന്മ കാണുക, അതിൽ സന്തോഷിക്കുക. ദൈവം ഭൂമുഖത്ത് നൽകിയ മനോഹരമായ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന പിതാവിനെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആവശ്യമാകുന്ന ദൈവിക പ്രത്യാശയും ശാരീരികമാകുന്ന ബലവും അതിൻ്റെതാകുന്ന വിടുതലുകളും തന്നെ മേൽ പകരണമേ. ദൈവം നൽകിയ മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, മരുമകൾക്കായി, വേണ്ടപ്പെട്ടവർക്കായി ദൈവദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്ന് പലക്കാലം ഈ മാതാവിന്റെ ഭൗതിക ശരീരം ചില സമയം കൂടെ കഴിയുമ്പോൾ സംസ്കരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുത്തു വരും. വന്നിയേരേണ്ട പ്രിയപ്പെട്ടവർക്ക് വന്നിയേരുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. സംബന്ധിക്കുവാനായി കടന്നു വരേണ്ട പ്രിയപ്പെട്ടവർ കടന്നു വരുവാനായിട്ട് കർത്താവ് മുഖാന്തരം കുറിക്കണം. താക്കാ സമയത്ത് അനുഗ്രഹമായിരിക്കുന്ന ഒരു ശിശുര ദൈവത്താൽ ലഭിക്കുവാൻ വീണ്ടും കൃപ ചെയ്യണം. ചുടേ കർത്താവ് അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം. എല്ലാവരെയും ബലത്തോടെ നടത്തണമേ.
ഏറിയ ദൈവകൃപ ദൈവം പകരണമെങ്കിൽ എല്ലാവരെയും ശക്തിയിൽ യേശുവിന്റെ മകത്വമുള്ള നാമത്തിൽ അധികമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണം പ്രിയപ്പെട്ട. യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ഭക്തരിൻ ഭാഗ്യതാലമേ പരിമളസ്ഥലം നീ. ദുഃഖം വിചാരം പ്രയത്നം ദുഃഖം വിചാരം പ്രയത്നം രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും.
ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. യെരൂശലേമൻ ഇമ്പവീടേ എന്നു ഞാൻ വന്നു ചേരും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. പ്രവർത്തിക്കുവാനായിട്ടോ ദൈവം സാവകാശങ്ങളെ ദൈവത്തെ വാഴ്ത്തും. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്തോ പെട്ടെന്ന് ശാരീരികമായ മാതാവിന്റെ മരണത്തിന് മുമ്പ് തന്നെ ഈ മരണത്തെ കുറിച്ചുള്ളതാകുന്ന ഒരു പ്രത്യേക കാഴ്ചപ്പാട് മാതാവിന് മരിക്കുമ്പോൾ ധരിപ്പിക്കേണ്ട വസ്ത്രത്തെ കുറിച്ചും പ്രസിദ്ധീകരിക്കേണ്ട ഫോട്ടോയെ കുറിച്ചും ശുശ്രൂഷയുണ്ടാകുന്ന ഒരു വിവരണം മകനെ പറഞ്ഞ് ഏൽപ്പിക്കുവാനായിട്ട് ഉള്ളതിൽ നൽകിക്കൊണ്ടിരിക്കുവാനായിട്ട് പ്രിയ മാതാവിന് കാഴ്ചവെക്കുവാനായി ദൈവം സാവകാശങ്ങളെ ഒരുക്കി. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴും സന്തോഷത്തോടും എപ്പോഴും പ്രത്യാശയോടും ധൈര്യത്തോടും ആത്മാവിൽ തുളുമ്പുന്ന വാക്കുകളും ആശയങ്ങളും കൊണ്ട് മറ്റുള്ളവർക്കും ദൈവം നൽകിയ മകനാണ് ശേഷുദാസ്. അദ്ദേഹം ഈ ഭവനപരമായ ഭവനം പണിതിന് ശേഷം മാതാവിനെയും പിതാവിനെയും താൻ പണിത ഭവനത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല അവരെ ശുശ്രൂഷിക്കുവാനായിട്ടോ അതിനുവേണ്ടി ക്രമീകരണപ്പെടുകയും മക്കൾക്ക് നോക്കുവാൻ കഴിയാതെ വേണം വലിയ ബിൽഡിംഗിന്റെ അകത്ത് ഏകാന്തവാസം ചെയ്യുന്ന അനവധി മാതാപിതാക്കൾ അനവധി ഭവനത്തിൽ വേദനകൾ വിട്ടുമനുഭവിക്കുമ്പോൾ വേദനയോടെ ജനങ്ങൾ തള്ളി നിൽക്കുമ്പോൾ ദൈവം അവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ശുശ്രൂഷിക്കുവാനും സൽക്കരിക്കുവാനും ഉള്ളതാകുന്ന പ്രത്യേക കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മഹത്വപ്പെടുത്തുവാൻ ദൈവം സാവകാശങ്ങളെ നൽകി. ഇവിടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ ചിരിയോടെ പുഞ്ചിരിയോടെ ബഹുമാന പുരുഷനും ആ സംസാരിക്കുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവിൽ തുളുമ്പിയ പരിശുദ്ധാത്മാവിൽ വാർത്തെടുത്ത പ്രത്യേകാശയങ്ങളുടെ വലിയൊരു കാറുകയായിരുന്നു ഈ അമ്മച്ചിയുടെ ഹൃദയമായിട്ട് മാതാവ് ഓർത്തിയില്ല. അവരുടെ വിഷയങ്ങൾ അറിയിക്കുവാനായിട്ട് ഒരു മാതാവിനില്ല. പിതാവിനെ സംബന്ധിച്ചു നൂറ്റാണ്ടിൽ പണം ഒന്നിച്ച് ജീവിക്കുവാൻ, ഒന്നിച്ച് പാർക്കുവാൻ, ഒന്നിച്ച് ദൈവം സേവിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. എനിക്ക് എന്റെ ഭാര്യയെന്ന് പറയുവാനായിട്ട് ഒരു സഹോദരിയില്ല. ആരെങ്കിലും ദുഃഖമുണ്ടോ ഭാരമുണ്ടോ? എന്നാൽ ഇവിടെ നാം ദുഃഖിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷിക്കുകയാണ്. ഒരു വിശുദ്ധ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നതിൽ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. ഇവിടെ ദുഃഖമായിരിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷം തുളുമ്പുകയാണ്. വിശുദ്ധ പൗലോസിന്റെ ഭാഷയിൽ വചനത്തിൽ കൂടെ നമുക്ക് കാണുവാനായി കഴിയും. അങ്ങനെയെങ്കിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് മാനുഷികമായ വേദനയുണ്ടെങ്കിലും പ്രിയമാതാവോ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വെളുപ്പിനെ ദൈവം വിളിച്ചു ചേർത്ത് യേശുവിനോട് ചേർന്നു ചില വാക്കിൽ പ്രസ്താവിക്കുന്നു.
വാഗ്ദത്തത്തെയും അതിനപ്പുറമായി ദൈവികമായ പ്രത്യാശയും പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവ് സഹായിച്ച ദൈവത്തെ ഓർക്കും. അനേകരെ സഭയിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ ഉത്ഭവം എന്ന നിലയിൽ ഉൾക്കടവും കുടുംബത്തോടെ ഒരു വലിയ താല്പര്യമുണ്ടായിട്ടുണ്ട്. കർത്താവിലേക്ക് ചേർക്കപ്പെട്ട ഈ അമ്മച്ചി ദേവദാസന്മാരെ വളരെ സ്നേഹിക്കുന്നതിൽ വായിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നാം നമ്മുടെ അനുഭവങ്ങളിലൂടെ പലരിലൂടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ജീവിതങ്ങളാണ് ദുഃഖത്തിലും വേദനയുമായി അവസാനിക്കുന്നത് ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ഒരു വിഭാഗീയകരമായ പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകവും ലോകത്തുള്ളതും നശിച്ചു പോകുമ്പോൾ, ലോകത്തുള്ളതെല്ലാം ഇല്ലാതാകുമ്പോൾ, ഒരിക്കലും നശിക്കാത്ത അവകാശത്തിന് വേണ്ടി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ദൈവത്താൽ വെക്കപ്പെടുന്ന നല്ല അവകാശത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവത്തെ ഞാൻ ഓർത്തു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം സഭാപ്രസംഗത്തിൽ കാണുന്ന വാക്യം 7-ാം വാക്യത്തിൽ ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാളുള്ള അവസാനം നടന്നതെന്ന് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് നമ്മുടെ അവസാനം നന്നായിരിക്കട്ടെ. ഒരു നല്ല അവസാനം പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അനേകരെ നല്ല അവസാനത്തെ ആഗ്രഹിക്കുന്നുണ്ട്, അനേകരെ കൊണ്ട് സാധിക്കുന്നില്ല. സംഖ്യാപുസ്തകത്തിൽ ബെന്യാമിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. നല്ല അവസാനം ആഗ്രഹിച്ചു. ബെന്യാമിൻ പറയുന്നത് ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കട്ടെന്നായിരുന്നു. എന്നാൽ അവനെ കൊണ്ട് അത് കഴിഞ്ഞില്ല. ബെന്യാമിനെ കുറിച്ച് ദൈവജനത്തിൽ വായിക്കുന്നത് അവൻ വേറൊരു മകനായ ബെന്യാം വാളുകൊണ്ട് കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ്. ഒരു നല്ല അവസാനം പ്രാപിക്കുവാൻ അവനെ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ ജീവിതം ദൈവം വ്യക്തമായി ആയിരുന്നത്തോളം ഒരു അവസാനമാണ് അവനുണ്ടായത്. ദൈവത്തിൻ്റെ സ്തോത്രം കൊണ്ട് ഒരു നല്ല അവസാനത്തെ പ്രാപിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ സുവിശേഷ സത്യത്തിലൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രത്യേകമായി എനിക്ക് എടുത്തു പറയാനുള്ളത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. 1 Corinthians 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ തിരുവെഴുത്തും പ്രകാരം ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തും പ്രകാരം ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായതിന് കാരണം തിരുവെഴുത്തും പ്രകാരം താൻ ജനിച്ചു, തിരുവെഴുത്തും പ്രകാരം താൻ വളർന്നു, മരിച്ചു, അടക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് തിരുവെഴുത്തും പ്രകാരം ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് തിരുവെഴുത്തും പ്രകാരം ഉയർത്തെഴുന്നേൽക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഉയർത്തെഴുന്നേൽപ്പ് നാം പ്രാപിക്കണമെങ്കിൽ തിരുവെഴുത്തും പ്രകാരമുള്ള ജനനമുണ്ട്. ആ ജനനത്തിനത്തോളം ജനിച്ച് വളർന്ന് മരിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അടക്കവും അതിനത്തോടുള്ള ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുകയുള്ളൂ. ദൈവം ആരംഭിച്ച പ്രവൃത്തി തക്ക സമയത്ത് ദൈവം തികച്ചു. തൻ്റെ അവകാശത്തിലേക്ക് ദൈവം തന്നെ ചേർത്തു. നമുക്കൊരു അവസാന സമയമുണ്ടല്ലോ. ആ അവസാന സമയത്ത് നമുക്കൊരു നല്ല അവസാനം പ്രാപിക്കാം. നല്ല അവസാനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി സുവിശേഷ സത്യങ്ങളിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ നല്ല അനുഭവത്തെ പ്രാപിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ വാക്കുകളെ ക്ഷണിക്കുന്നു, നിങ്ങളെയും ക്ഷണിക്കുന്നു. നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തലമുറയായി ഞങ്ങളുടെ ദൈവമായിരുന്നു. നീ ഭൂമിയെയും ഭൂമികളെയും നിർമ്മിച്ചതിന് മുമ്പ് അനവധിയായും ശാശ്വതമായ ദൈവമായിരുന്നു. സ്തോത്രം. നീ മനുഷ്യനെ സ്നേഹിച്ച് കർത്താവിനെ നീ രക്ഷിച്ചു. നിന്റെ വലിയ ഉദ്ദേശത്തിനത്തോളം നീ മനുഷ്യനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജയിക്കായി. സ്തോത്രം. നീ ആ മഹാവിനും ആരംഭിച്ച നല്ല പ്രവർത്തിക്കത്തോളം ദൈവം തന്നെ പ്രവർത്തി തക്ക സമയത്ത് തന്നെ തെളിച്ച് തൻ്റെ അവകാശത്തിലേക്ക് ദൈവം തന്നെ ചേർക്കുന്നതിനായി. സ്തോത്രം. കർത്താവേ, ഭാഗ്യകരമായ പ്രത്യാശ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൊതുസ്ഥിതി അല്പമായി തോന്നിയെങ്കിൽ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും. ദൈവത്തിന് വചനപ്രകാരം ഒരു നല്ല ഇടക്കാരൻ എനിക്ക് ലഭിക്കത്തക്കവണ്ണം ദൈവം തന്നെ മാനിച്ചതിനായി. സ്തോത്രം. അനേക വിശുദ്ധന്മാരുടെ അനേക ദൈവദാസന്മാരുടെ ദൈവജനത്തിൻ്റെ അനേക പ്രിയപ്പെട്ടവരുടെ നീ ശുശ്രൂഷ എനിക്ക് വേണ്ടി ഒരിക്കലോ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഒരു നല്ല അവസരം ഞങ്ങൾ പ്രാപിക്കട്ടെ. ഏൽപ്പിക്കുന്നു. സംഭാഷണങ്ങളോടമായ കർത്താവ് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോർജ് കുട്ടി ഹൈറേഞ്ച്
കോഴിക്കോട് ഗിൽഗാൽ സഭയുടെ ശിഷ്യനായിരുന്ന വസന്തി തങ്കത്തിൽ കർത്താവിന് മൊത്തം പ്രിയ അമ്മച്ചിയുടെ ദേഹയോഗത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ മാനുഷികമായ ഒത്തിരി വാക്കുകളുടെ പ്രസക്തി ഇല്ലാതെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ പ്രത്യേക കാര്യം വളരെ വേഗത്തിൽ വാർപ്പിച്ച പ്രത്യാശവാക്കി പങ്കുവെച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ട് ഇന്ന് 15 വർഷത്തിന് മുമ്പ് ഈ കുടുംബവുമായി ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ കർത്താവിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകി. അന്ന് മുതൽ ഈ കുടുംബത്തിനോർത്ത് പ്രാർത്ഥിക്കുവാനും ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും കർത്താവ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആരാധനയ്ക്ക് സാക്ഷി വഹിക്കുവാനും പൊന്നൂരിൽ പ്രിയപ്പെട്ടവർ കൂടിയ സമയം കടന്നു വന്നു. എനിക്ക് അവിടെ ഒരു പ്രാവശ്യം പ്രിയമാതാവിനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനും ഒക്കെ അവസരം ലഭിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രിയ അപ്പച്ചന് നല്ലൊരു ഭാര്യ, പ്രിയ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതാവ്, കൊച്ചുമക്കൾക്ക് നല്ലൊരു വിജയദശി, വിശ്വാസികൾക്ക് നല്ലൊരു ദൈവദാസി നഷ്ടപ്പെട്ടു. സ്തോത്രം. എന്നാൽ ദൈവത്തെ വചനം പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നു, വിട്ടുതിരിഞ്ഞ് കർത്താവിനോട് ഇരിക്കുന്നതാണ് എനിക്ക് വളരെ താല്പര്യം, എനിക്ക് വളരെ ആഗ്രഹം. മനുഷ്യ വീക്ഷണത്തിൽ ഭൂമിയിൽ കർത്താവിനെ ആരാധിക്കുന്ന ഭക്തന്മാരിൽ ഒരു ദൈവദാസിയുടെ എണ്ണം കുറഞ്ഞപ്പോൾ ലോകപ്രകാരം ആ എണ്ണം ആ നിരക്ക് ഒരു നഷ്ടമാണെങ്കിൽ തന്നെയും നിത്യത്തിൽ ശ്രമിക്കുന്ന ഭക്തന്മാരിൽ ഒരു വിശുദ്ധയുടെ എണ്ണം കൂടെ കൂടി. അതോടെ ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറയുകയാണ്. വേദപുസ്തകത്തിലെ അന്ത്യകാല ചിന്തകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഇവിടെ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നതൊക്കെ പ്രത്യാശയും ഉത്തേജനവും ധൈര്യം നൽകുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളെ കലങ്ങിപ്പോകരുത്. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. പൗലോസ് പറഞ്ഞു, പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. നിദ്ര കൊടുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവും ശക്തിയും ഉണ്ടായിരിക്കണം. ദാനിയേൽ ദിവസം കേട്ടു, ദാനിയേൽ നീ പോയിട്ടുണ്ട്, നീ ശ്രമിച്ച് കാലാവസാനം നിന്റെ ലോകയെ പ്രാപിപ്പാനായി എഴുതിയിട്ടുണ്ട്. പത്മസമിൽ വെച്ച യോഹന്നാൻ ദിവസം കേട്ടു, എഴുതുക, ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മുതൽമാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തങ്ങളുടെ പ്രയത്നം വിസ്മയിക്കേണ്ടതാകുന്നു. കഷ്ടതയുള്ള നാട്ടിൽ നിന്ന്, വേദനയുള്ള നാട്ടിൽ നിന്ന്, ഭാരമുള്ള നാട്ടിൽ നിന്ന്, കണ്ണീര് സുലഭമായ നാട്ടിൽ നിന്ന്, ഇതൊന്നുമില്ലാത്ത നാട്ടിലേക്ക്, അതിനെ കോടി കോടി നാടുകൾ ഇടവേളയ്ക്ക് വേണ്ടി വിശ്രമത്തിനായി കഴിഞ്ഞ ദിവസം പ്രിയ അമ്മച്ചിയുടെ പേര് വിളിച്ച് ചേർക്കപ്പെടുവാൻ കർത്താവിന് പ്രസാദം തോന്നി. അതുകൊണ്ട് കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ ആയുഷ് 70, ഏറെയായാൽ 80. ഒരു പുരുഷായുഷ് പ്രിയ അമ്മച്ച ലോകത്തിൽ ജീവിക്കുക മാത്രമല്ല, മക്കളുടെയും കൊച്ചുമക്കളുടെയും നന്മകൾ അതെയൊക്കെ കണ്ട് തൃപ്തിയോട് ദൈവത്തെ മധുരപ്പെടുത്തുവാൻ പ്രിയ മാതാവിന് ജീവിതത്തിൽ അവസരം കൊടുത്തു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രിയ പിതാവിനെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, മക്കളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, സ്വന്തപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഇത്രയും ചെന്ന് പ്രിയ അമ്മയെ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി യേശുവിന് വേണ്ടി ജീവിക്കാതെ ആരെങ്കിലും ഇവിടെയുള്ള പ്രത്യാശ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ സമയം നന്ന ദൈവദാസനെ സമയം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിനിയോഗിക്കുന്നു. ദൈവമേ സഹായിക്കും. ചില വർഷങ്ങളായി ഞങ്ങൾക്ക് ബന്ധസ്ഥായിപ്പാൻ തക്കുന്നത് ഇടയായിത്തീർന്നു. പ്രിയ അമ്മച്ചിയുടെ കൊച്ചുമകളായിരിക്കുന്ന ശ്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ അനിയനാണ്. അങ്ങനെ അന്ന് മുതൽ പ്രിയ അമ്മച്ചിയുമായി എനിക്ക് അടുത്ത ദൈവം തക്കൊണ്ട് ദൈവമായ കർത്താവ് എന്നെ സഹായിപ്പാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. വളരെ പ്രത്യാശയോടെ ദൈവത്തിന് വേണ്ടി നിലവിലുള്ള തക്കവണ്ണ പ്രിയ മാതാവിനെ ഇടയാക്കിയല്ലോ. അതേ അസുഖ്യ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ പ്രിയ ഒരു ഭക്തൻ ധരിക്കുന്ന പോലെ അത് മരിക്കുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ തനിക്കത് കഴിഞ്ഞില്ല എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അവസാനം നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ പ്രിയ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം അത് അവസരം കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം അതേ ഒരു പെന്തക്കോസ്തുകാരൻ എന്നൊരു പേരുകൊണ്ട് മാത്രമായിരിക്കാതെ ആ പെന്തക്കോസ്തിന്റെ അനുഭവം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് യഥാർത്ഥമായ വിശുദ്ധിയോടെ നിന്ന് ദൈവത്തിൽ പ്രത്യാശയത്തിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവ് അമ്മച്ചിക്ക് അവസരം ഒരുക്കി. നല്ലൊരു അവസാനം തന്നെ പ്രിയ അമ്മച്ചിക്ക് ദൈവം അതിനെ നൽകുവാൻ ഇടയായിത്തീർന്നല്ലോ. വിശുദ്ധ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേ കർത്താവ് യേശു ക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരു ഭവനമാണ് ബെഥനിയൽ ഭവനം. ആ ഭവനത്തിൽ അതേ ലാസർ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു പോകാൻ ഇടയായിത്തീർന്നു. അവരുടെ മരണത്തെ കുറിച്ച് താൻ നിത്രകൊള്ളുന്നതാണ് യേശു പറയുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ അമ്മച്ചി
അത് ഉറങ്ങുകയാണ്, ഉറക്കപ്പെട്ട ഉണരുന്ന ഒരു ദിവസമുണ്ട്. ആയതിനാൽ അത് നമുക്ക് ആ പ്രത്യാശയോടെ ആയിരിക്കാമെന്ന ഉള്ള ആഹ്വാനത്തോടെ എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന പൂജകൾ ശുശ്രൂഷ ദിവസങ്ങളുടെയും മംഗളപ്പള്ളി കുടുംബത്തിന്റെയും എല്ലാ അനുഷ്ഠാനങ്ങളും എല്ലാവരോടും ഞാൻ വാക്കുകൾ ചുരുക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. മാതാവിന്റെ ഭൗതികതയ്ക്ക് ദുഃഖിതരായിരിക്കുന്നതായ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ആശ്വാസത്തിനായി ഞാൻ ദൈവത്തിനോട് പറയുന്നു. കഴിഞ്ഞുപോയതായ ചില വർഷങ്ങൾ കോഴിക്കോട് ക്രിസ്ത്യൻ സഭയുടെ ശുശ്രൂഷകനായിട്ടുള്ള അവസരം ദൈവം നൽകി. ആ കാലങ്ങളിൽ പ്രിയ കുടുംബമായി ആത്മാർത്ഥമായുള്ളതായ സ്നേഹസഹകരണത്തിൽ ഞങ്ങൾക്ക് പരസ്പരമായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ദൈവസഭയ്ക്ക് അനുഗ്രഹമായി മാതാവ് കഴിഞ്ഞ കാലങ്ങളിലായിരുന്നു. ദൈവമക്കളെ സ്നേഹിക്കുകയും ദൈവദാസന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിൽ വളരെ സന്നദ്ധയായിരുന്നു. ഏതൊരു അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും വ്യാകുലതയോ അതൃപ്തിയോ പ്രകടിപ്പിക്കാതെ ജീവിതം തൃപ്തികരമായ നിലയിൽ ഈ മാതാവ് പുലർത്തി. മാത്രമല്ല മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും പകർന്നു കൊടുക്കുന്നതിൽ എപ്പോഴും ഈ മാതാവിന് വലിയ പങ്ക് ഉണ്ടായിരുന്നു. ശാരീരികമായുള്ളതായ ലക്ഷ്യങ്ങൾ പലപ്പോഴും ഇടയായി തീർന്നു. നാം അറിയാത്തതും നാം പ്രതീക്ഷിക്കാത്തതുമായ സന്ദർഭങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ദൈവം അറിയാതെ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞും ദൈവം അനുവദിച്ചും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി മാത്രം ദൈവം ചെയ്യും. രോഗവും വേദനയും കഷ്ടത നിറഞ്ഞതായ ഈ ശരീരത്തിൽ നിന്നും പ്രതികൂല പ്രശ്നങ്ങൾ നിറയപ്പെട്ടതായ ലോകത്തിൽ നിന്നും ഒരു കടന്നുപോക്ക്, ഒരു വിടുതൽ പ്രിയ മാതാവിന് ലഭിച്ചു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടെ വസിപ്പാൻ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നു. പ്രിയ മാതാവിന്റെ ജീവിതത്തിൽ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. താൻ ശരീരം വിട്ട കർത്താവിനോടുകൂടെ ആയിരിക്കുന്നതായ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടായിരുന്നു. ആ പ്രത്യാശയുടെ നിവൃത്തീകരണമാണ് കഴിഞ്ഞ ഈ ഞായറാഴ്ച വെളുപ്പിലെ തന്നോട് സംഭവിച്ചത്. സ്തോത്രം. പിന്നെ ജീവനോട് ശേഷിക്കുവാൻ ദൈവം നമുക്ക് ഈ അവസരം നൽകി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു: ഞങ്ങൾ ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഒരു ഭക്തന്റെ ജീവിതവും മരണവും ദൈവത്തിന് പ്രസാദകരമാണ്. ദൈവത്തിന് പ്രസാദകരമായി ലോകത്തിൽ ജീവിച്ച് മരിക്കുന്നത് അഭിമാനകരമാണ്. ദൈവത്തിന് പ്രസാദകരമായി ശേഷിക്കുന്ന നാളുകൾ ജീവിക്കുവാൻ ഇടയാകുന്നതും അഭിമാനകരമാണ്. ദൈവഭക്തനായ പൂർവ്വപിതാവായ ഹാനോക്കിനെ കുറിച്ച് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ യാതാവായിരുന്നു. മാത്രമല്ല, അവൻ താൻ ദൈവത്തെ പ്രസാദിച്ച് ജീവിക്കുന്നുവെന്ന് തന്റെ ജീവിതകാലത്ത് സാക്ഷ്യം സ്ഥാപിച്ച ഒരു മാതാവായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ വിവിധ സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എനിക്കത്തിന്റെ അനുഭവങ്ങളും വിശാലയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. താഴ്ചയുടെ അനുഭവങ്ങളും ഉയർച്ചയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തെ പ്രസാദിപ്പിച്ച് കർത്താവ് നിത്യവാസ സ്ഥലത്ത് നിത്യവിശ്രമത്തിനായി പ്രവേശിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദിവ്യ സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുകയും ആശ്വാസവും സമാധാനവും നൽകി പിന്നെ ഈ നിലനിർത്തത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. നമ്മൾ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്ത പ്രിയ മാതാവ് കഴിഞ്ഞ ദിവസം നമ്മൾ വിട്ടാൽ ഞാൻ പ്രത്യാശ വെച്ച ദിവസത്തിൽ ചേർക്കുന്നു. കർത്താവിന് കൊടുത്ത ശുശ്രൂഷ സന്ദർഭത്തിലേക്ക് എത്തിച്ചേരുന്ന കഥാപ്രഭവം വായിക്കുന്ന പോലെ അവരുടെ ആശ്വസിക്കുന്ന പ്രിയമാതാവ് വിശുദ്ധന്മാരുടെ സന്നിധി ദൈവമുഖങ്ങളാണ് ദൈവസന്നിധ ആശ്വാസമായി ശേഷിക്കുന്നത്. ഇവർക്ക് വായിക്കുന്ന പോലെ ഭക്തോടഭൂഷണമായി അതിന് ഒരു നല്ല സൗഹൃദമായിട്ട് അതിന് ഇവിടെ നടക്കുന്നു. മാതാവിനോട് ബന്ധത്തിനും പ്രിയ പിതാവിനും മക്കൾക്കും
ഈ മത്തായി ചലച്ചിത്രത്തോട് ശുശ്രൂഷ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തെക്കാൾ ഉപരിയായി പ്രത്യാശ കൊണ്ട് നിബിഡമായ ഈ സമയത്തെ ഓർത്തും ഈ ശുശ്രൂഷയിൽ കേരള ദൈവസഭയിൽ ശുശ്രൂഷ എന്ന നിലയിൽ ഇടയനായി എനിക്കും ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾക്കും അത് ചെയ്യുവാൻ ഇതേ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും പ്രത്യാശ കൊണ്ടും സകലബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനം കൊണ്ടും ദൈവം നിറയ്ക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയും ദേവദാസന്മാരെ ശുശ്രൂഷകൾക്കായി ബലപ്പെടുത്തുകയും പ്രാർത്ഥിച്ചുകൊണ്ട് കേരള ദൈവസഭയുടെയും കമ്മിറ്റികളുടെയും എല്ലാ ദൈവമക്കളുടെയും ഈ കുടുംബത്തിന്റെയും പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 1-2 വാക്കുകൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഏകദേശം 38 വർഷത്തോളം ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരു ഭവനമാണ്. ഞാൻ വട്ടവണ്ണം ആദ്യമായിട്ട് ആ ചർച്ച വരുന്ന സമയത്ത് പരിമിതികൾ പലതുള്ളതായ സാഹചര്യത്തിന്റെ നടുവിൽ ദേവദാസനെ എങ്ങനെ മാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണമെന്ന് പ്രത്യക്ഷമായി കാണിച്ചു തന്ന ഒരു നല്ല സഹോദരിയാണ്. ഞങ്ങൾ വിളിക്കുന്നത്, ഞാനും ഈ ദൈവമ സഹോദരി ഒരേ പ്രായക്കാരൻ, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് പറഞ്ഞതായ എൻ്റെ ആത്മീയമിത്രൻ ജോൺസൺ പറഞ്ഞതുപോലെ, കണ്ണി പറഞ്ഞതുപോലെ അനേകം തവണകളിൽ ഒന്നിച്ച് 2-3 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ച് പല വിഷയങ്ങൾക്ക് വിടുതൽ വായിപ്പാനോ കൂട്ടായ്മക്കാരിയായി നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയാണ്. ഞാനിത് കാണുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ തരങ്ങളില്ലോ. സത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ, പ്രത്യാശയോടെ ഇറങ്ങി തീർന്നാൽ അവരുടെ അനന്തര തലമുറ എങ്ങനെയായി തീരുമെന്നുള്ളതിന്റെ വിസ്താരണമായ ഒരു സാക്ഷ്യം കൂടെ. വിദ്യാഭ്യാസമില്ല, വലിയ അറിവൊന്നും ഉള്ളവരായി തോന്നിയിട്ടില്ല എനിക്ക് ചെയ്യുന്ന സമയം. എന്നാൽ ഒന്ന് അറിയാമായിരുന്നു, സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും. സ്വർഗത്തിൽ പോകാൻ വാഞ്ചിച്ചു ആഗ്രഹിച്ചു. അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി. ഏകദേശം 38 വർഷത്തെ പരിചയത്തിനിടയ്ക്ക് എന്ന് കണ്ടാലും ഒരുപോലെ സുസ്ഥേരവതനായി ദേവദാസനോട് ഇടപെടുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ അവസാനം കണ്ടത് ആ ചരിവുടെയും വേവയുടെ അടക്കത്തിന്റെ സമയത്താണ്. സഹായിക്കാനുള്ള സഹോദരിയുമായിട്ട് അടുത്ത് എന്നെ കണ്ടപ്പോൾ നടക്കാമയ്യാലും പ്രാഞ്ചി നടന്നു വന്ന് എന്നെ അഭിവാദനം ചെയ്തു. ഞങ്ങൾ ചിരിച്ചു ഒരു വാക്ക് പറഞ്ഞു. ഒരു പാട്ടിന്റെ ഒരു ചാൻസ് പാടുന്നത് മൺമയമാമീയുലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീയുലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7-10 ഏറെയായി
എന്നാൽ 80 മാത്രം നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. 7-10 ഏറെയായാൽ 80 മാത്രം നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും